എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 3 തരം വ്യത്യസ്തങ്ങളായ റിഫ്രഷിംഗ് ജ്യൂസുമായിട്ടാണ്. അപ്പം നമുക്ക് അതിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് മിന്റ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: മിന്റ് 15 ഇലയോളം മിന്റ് ലീവ്സ് നമുക്ക് ആവശ്യമുണ്ട് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ. ആവശ്യത്തിന് പഞ്ചസാര, ലെമൺ, ഐസ് ക്യൂബ്സ്, വാട്ടർ. ഇത്രയും സാധനമാണ് നമുക്ക് മിന്റ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് മിന്റ് ജ്യൂസ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ജ്യൂസർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മിന്റ് ലീവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നമുക്കിത് കഷ്ണങ്ങളാക്കി ഈ മിന്റിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കഷ്ണങ്ങളാക്കി നമുക്ക് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് മിന്റ് ലീവ്സും ഒരു ലെമണും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ, അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ. ഇത്രയും ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. മിന്റ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ സമയം കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. വലിയ ഗ്ലാസിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ മിന്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ഒഴിച്ചു. അപ്പം നമ്മുടെ മിന്റ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്വീറ്റ് മെലൺ ജ്യൂസാണ്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ സീഡ്സ് ഒക്കെ കളഞ്ഞു കൊടുക്കാം. സീഡ്സൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ചെറിയൊരു കുറച്ച് പീസസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഇത്രയും ഭാഗം ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമ്മുടെ ജ്യൂസിലിടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്വീറ്റ് മെലൺ കട്ട് ചെയ്ത് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജ്യൂസറിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഐസ് ക്യൂബ്സ്, വെള്ളം ഇത്രയും ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പീസാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് ആ ഒരു കഷ്ണങ്ങളൊക്കെ കടിക്കുമ്പോൾ, ജ്യൂസിൻ്റെ ഇടയ്ക്ക് അത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. 2 ഐസ് ക്യൂബ്സ് കൂടെ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് മെലൺ ജ്യൂസ് കൂടെ റെഡിയായി. അടുത്തത് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു വലിയ പൈനാപ്പിളിൻ്റെ
ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ. അതിനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പോലെ പഞ്ചസാര, ഐസ് ക്യൂബ്സ്, വാട്ടർ, ഇത്രയും തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് ജ്യൂസറിലേക്ക് പൈനാപ്പിൾ പീസസ് ഇട്ട് കൊടുക്കാം. വെള്ളം, ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ. ഇനി നല്ലവണ്ണം അരച്ചെടുക്കുക. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസും റെഡിയായി. ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ ഈ സമയം ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നല്ല തിക്കായിരിക്കും ഈ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നല്ല പതയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ 3 ജ്യൂസും റെഡിയായി.